കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം നാളിതുവരെ ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ ഉയർന്ന പ്രതീക്ഷയ്ക്കൊത്ത് പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിപ്പിച്ചു കൊണ്ടുവേണ്ടത് ഓരോ പൗരന്റെയും കടമ തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെല്ലാം തന്നെ വളരെയധികം ഭൗതിക സൗകര്യങ്ങളും അക്കാദമിക മികവുകളും പുലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം. അതിനൊപ്പം തന്നെ നമ്മുടെ തൃത്താല സബ് ജില്ല ഇനി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരിൽ നമ്മുടെ തൃത്താല സബ് ജില്ലയും ഇനി വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഭൗതികവും അക്കാദമികമായ കാര്യങ്ങളിൽ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്ന് നാം ഇവിടെ നമ്മുടെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിന്റെ മാനേജ്മെന്റ് നമ്മുടെ സ്കൂളിന് വേണ്ടി 3 സ്മാർട്ട് TV നമുക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ സ്കൂളിന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഗവൺമെന്റ് നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഭാഗമായിട്ട് നമുക്ക് 3 LCD പ്രൊജക്ടുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റ് ക്ലാസ് റൂമുകളും കൂടി നമുക്ക് സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കേണ്ടതുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി നമുക്ക് നമ്മുടെ എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറുകയാണ് ഇന്ന്. കൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെയധികം തീവ്രയത്ന പരിപാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു ബിൽഡിങ് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് വളരെയധികം കഠിനമായി തന്നെ പ്രയത്നിക്കുകയുണ്ടായി. മാനസികമായി സാമ്പത്തികമായി ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അന്നത്തെ സാഹചര്യങ്ങൾ വളരെ പ്രയാസപ്പെട്ടതായിരുന്നു. നമുക്കറിയാം, പ്രതീക്ഷിക്കാത്ത മഴയൊക്കെ നമ്മളെ മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും ശരി, നമുക്ക് ഒന്നാം തീയതി തന്നെ സ്കൂള് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും PTA MPT എല്ലാ അംഗങ്ങളുടെയും ഒരു കൂട്ടായ ശ്രമം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു സദസ്സ് നമുക്ക് എന്നും അഭിമാനിക്കേണ്ട ഒന്ന് തന്നെയാണ്, സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്തായാലും നമ്മുടെ കുമ്പിടി സ്കൂളും മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടീച്ചർ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും എന്ത് പറഞ്ഞാലും ടീച്ചർ വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതി. എപ്പോഴും ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പിന്നെ എല്ലാ അധ്യാപകരും പൂർവ്വ അധ്യാപകരും ഒപ്പം നമ്മുടെ സ്കൂളിലെ സ്റ്റാഫും അതുപോലെ PTA MPT എല്ലാവരും തന്നെ വളരെ കൂട്ടമായിട്ടാണ് പരിശ്രമിക്കുന്നത്. അതൊക്കെ ഒരുപാട് നമുക്ക് അഭിമാനത്തിന് വക നൽകുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഒരുപാട് സന്തോഷം അറിയിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ഈ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഇന്നത്തെ ഈ യോഗത്തിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP മുഹമ്മദാണ്. അദ്ദേഹത്തെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ വിശിഷ്ട അതിഥിയായി ഇവിടെ നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ തൃത്താല AU ശ്രീ സിദ്ദിഖ് മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ശ്രീ KP മുഹമ്മദ് അവരുടെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പൂർവ്വ അധ്യാപകർ ഏതൊരു കാര്യത്തിന് വിളിച്ചാലും നമ്മുടെ സ്കൂളിലേക്ക് എത്തിപ്പെടാൻ യാതൊരു പ്രയാസവുമില്ലാത്ത ഒരുപാട് പൂർവ്വ അധ്യാപകരുടെ സമ്പത്ത് നിറഞ്ഞൊരു സ്കൂളാണ് കുമ്പിടി സ്കൂള്. അതുപോലെ തന്നെ നമുക്കൊരു SSG ചെയർമാനുണ്ട്, ചന്ദ്രേട്ടൻ. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, എത്രയോ കാലമായി നമ്മുടെ സ്കൂളുമായിട്ടുള്ള ആത്മബന്ധം വളരെ വലുതാണ്. ചന്ദ്രേട്ടന് എപ്പോഴും കാര്യങ്ങൾ ചോദിക്കും, സ്കൂളിലെ കാര്യങ്ങൾ എപ്പോഴും ചന്ദ്രേട്ടൻ അറിയണം. ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ പോലെ ഞാൻ കാണാറുണ്ട്. ചന്ദ്രേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രേട്ടൻ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചന്ദ്രേട്ടനെ ഹാർദപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനൊപ്പം തന്നെ ഇവിടെ പൂർവ്വ അധ്യാപകരായ ആര്യേട്ടൻ, പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിംകുട്ടി മാഷ്, സുരേന്ദ്രൻ മാസ്റ്റർ, അതുപോലെ ഹരിദാസൻ മാഷ്, എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതിനൊപ്പം നമ്മുടെ മാനേജർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ സുഗത ടീച്ചറെ വളരെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ MPT കൺവീനർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, ശ്രീമതി സുധയെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ സ്മാർട്ട് ടിവികളുടെ സമർപ്പണ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ വിനീതനായ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാക്ക ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ആദരണീയമായ കുട്ടികളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സമർപ്പണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ഞാക്കയെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ രാജേഷ് ബാബു, സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ സ്കൂളിന്റെ പ്രധാന അധ്യാപിക കൂടിയായ ശോഭ ടീച്ചർ, അതുപോലെ ഈ സ്കൂളിന്റെ 3 തീയതികൾ സമർപ്പിക്കുന്ന സ്കൂളിന്റെ മാനേജർ കൂടിയായുള്ള സുഭദ്ര ടീച്ചർ, മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നമ്മളെല്ലാം പ്രിയപ്പെട്ട പ്രധാന സജീവ് മാസ്റ്റർ, അതുപോലെ ഈ ചടങ്ങിൽ ആശംസകൾ നേരുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ഏതാനും മിനിറ്റുകൾക്കുള്ള വാർഡ് മെമ്പർ KP മുഹമ്മദ്, ചന്ദ്രേട്ടൻ, അതുപോലെ തന്നെ ഹരിഗോപി മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ, ഹരിദാസൻ മാസ്റ്റർ, ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, ശ്രീമതി സുധ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിനും അധ്യക്ഷനും നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നതുപോലെ വളരെയേറെ സന്ദേശമുള്ള മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ പങ്കുചേരുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ വീണ്ടും സജീവമായി നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ ആകർഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇംഗ്ലീഷ് സ്കൂളിനെ സംബന്ധിച്ച് എക്കാലത്തും ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണെങ്കിൽ പോലും ഇതിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ ഒരു മാനേജ്മെന്റ് സ്കൂൾ എന്നതിലുപരി നാട്ടുകാരുടെ പരിപൂർണമായ സഹകരണത്തോടുകൂടി എന്താവശ്യങ്ങളുണ്ടെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തോടും സഹകരണത്തോടും ഒപ്പം പൊതുജനങ്ങളുടെ കൂടെ ഒരു സഹകരണത്തോടുകൂടി നടന്നു പോയിട്ടുള്ള ഒരു സ്കൂളാണ് എന്നാണ് എൻ്റെ അനുഭവത്തിലുള്ളത്. ഇവിടെ PTA കമ്മിറ്റികളും അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾ പരിപൂർണമായി സ്കൂളുമായി സഹകരിച്ചു പോകുന്ന ഒരു സന്തോഷകരമായ ഒരു അനുഭവം ഉള്ള ഒരു ഉദ്ഘാടനമാണ് കുമ്പളി PTA സ്കൂൾ. അതുകൊണ്ട് തന്നെ മറ്റു പല സാഹചര്യങ്ങൾ ഒക്കെ അതിജീവിക്കുമ്പോഴും മാനേജ്മെന്റ് PTA-യുടെയും അധ്യാപകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി നമ്മുടെ സ്കൂളിന് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സ്കൂളിൽ കുട്ടികളില്ലാത്ത ഒരു പ്രയാസം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല മാനേജ്മെന്റ് സ്കൂളുകളിലേക്കും കുട്ടികളെ പല രീതിയിൽ ആകർഷിച്ചു കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ, ഡിവിഷനൊക്കെ നിലനിർത്തേണ്ട കാര്യങ്ങളിലൊക്കെ അധ്യാപകർ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതും ഇംഗ്ലീഷ് സ്കൂളിനെ സംബന്ധിച്ച് കുട്ടികളുടെ ഒരു കുറവിന്റെ പ്രശ്നം അതൊക്കെ സ്വയം രക്ഷിതാക്കൾ തന്നെ അധ്യാപകരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ സ്കൂളുകൾക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊക്കെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ ഏതായാലും കൂടുതലായി സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പല
പരീക്ഷണങ്ങളും പുതിയ പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികളൊക്കെ തുടർന്നു വരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ ഇവിടെ തീർച്ചയായും മാനേജർ 3 TV സ്കൂളിന് സമർപ്പിക്കാൻ മുന്നോട്ട് വന്നു എന്നതിന് മാനേജറെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ പ്രാപ്തി, ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കുള്ള കഴിവുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാൻ കഴിഞ്ഞ 2 വർഷമായി കോവിഡ് മഹാമാരി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ഇപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ അതിൽ നിന്ന് മോചനം ലഭിച്ച് നമ്മുടെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ പരസ്പരം കാണാനും സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരവസരമുള്ള ഒരു സാഹചര്യമായതുകൊണ്ടാണ് നമുക്ക് ഈ പരിപാടികളൊക്കെ ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതിന് പ്രയാസമുള്ളൊരു കാലഘട്ടത്തിലും കേരളത്തിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ കുട്ടികളുടെ പരീക്ഷാ വിദ്യാഭ്യാസ രീതി തന്നെ മാറി അവരൊക്കെ മറ്റു രീതിയിൽ മൊബൈലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനുള്ള അവസരം വേണ്ടി വന്നപ്പോൾ പോലും കേരളത്തിന്റെ കുട്ടികളുടെ കരുത്ത് അവരൊക്കെ വിദ്യാഭ്യാസ രംഗത്തിൽ തെളിയിച്ചവരാണ്. ഇപ്പോൾ നമുക്ക് SSLCക്കൊക്കെ റിസൾട്ട് ഉണ്ടാകുമ്പോൾ ആ രീതിയിലല്ലാതെ തന്നെ അവരൊക്കെ ഫോണൊക്കെ മൊബൈൽ ഫോൺ അതുപോലെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പഠിച്ചപ്പോഴും കേരളത്തിൽ 95-97% SSLC അതുപോലെ +2 പരീക്ഷയിലൊക്കെ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ കേരളീയ സമൂഹത്തോടെ തന്നെ ഏത് പ്രതിസന്ധി വന്നാലും കരുത്തോടുകൂടി നിൽക്കാൻ കഴിയുന്നവരാണ് എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് നമുക്കൊക്കെ എന്നെ സംബന്ധിച്ച് പോലും പലപ്പോഴും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. പക്ഷെ ചെറിയ നമ്മുടെ പേരക്കുട്ടികളൊക്കെ ആ മൊബൈലൊക്കെ എടുത്ത് കളിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. അപ്പൊ ആ രീതിയിൽ ചെറിയ കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും മൊബൈൽ ഉപയോഗിക്കാനും അതുപോലെ പുതിയ ടെക്നോളജിയൊക്കെ കൈകാര്യം ചെയ്യാനും പഠിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ സ്മാർട്ട് ക്ലാസുകൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് നമ്മുടെ ശോഭ ടീച്ചർ സൂചിപ്പിച്ചു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകാനും കുട്ടികൾക്ക് കൂടുതൽ ആവേശത്തോടുകൂടി പഠിപ്പിനൊക്കെ ആകർഷണമുണ്ടാകാനും കഴിയുന്ന രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ അതൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ 3 സ്മാർട്ട് TV ഇവിടേക്ക് സമർപ്പിക്കുന്നു എന്നതും ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ഈ സ്കൂളിലെ അധ്യാപകരെയും അതിനെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാനിത് ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. സദസ്സിലെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഈ വെക്കേഷൻ സമയത്ത് ഈ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ വളരെയധികം വിഷമം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ശോഭ ടീച്ചർ പറയുണ്ടായി, കാലത്തിനനുസരിച്ചല്ലേ ഒരു മഴ ഉണ്ടായത്. കാലവർഷം തുടങ്ങുന്ന ജൂൺ 15 അല്ലെങ്കിൽ ജൂൺ 1-ാം തീയതിയായിട്ട് സാധാരണ ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ പക്ഷേ കുറേ ദിവസം മുമ്പേ തന്നെ മഴ തുടങ്ങിയത് കൊണ്ട് ഈ ബിൽഡിംഗ് പൊളിച്ചിട്ടും ചെയ്തു. ബാക്കിയുള്ള പണിക്കാണെങ്കിൽ, കറണ്ടിൻ്റെ പണിക്കാണെങ്കിൽ മഴ കാരണം പ്രയാസവും നേരിട്ടു. അങ്ങനെ വളരെ വിഷമിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് ആ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയുക വേണ്ടു. പക്ഷേ ഈ ഹരിഗോവിന്ദ മാസ്റ്ററാണ് ഇവിടെ വന്ന ഓരോ ദിവസവും അന്നത്തെ കാര്യങ്ങൾ രാവിലെ ഇവിടെ വരും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും, പണിക്കാരിനെയൊക്കെ ചുമതലപ്പെട്ടു അങ്ങോട്ട് പോകും. വൈകുന്നേരത്ത് എത്രത്തോളം പണിയായി എന്നുള്ളത് വീഡിയോ വഴി എന്നെ അറിയിക്കുകയും ചെയ്യുകയും. അത്രയും പ്രയാസം എനിക്ക് മാനസികമായ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഹരിഗോവിന്ദ മാഷൊക്കെ ശാരീരികമായ പ്രയാസവും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കൂടി ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നതിന് ഈ അവസരം ഉപയോഗിക്കുന്നു. ഇന്നത്തെ കാലഘട്ടം എല്ലാ സ്കൂളുകളും സ്മാർട്ട് സ്കൂളാവണം എന്നുള്ളതിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ അധ്യാപകർക്ക് ശബ്ദം കൊണ്ട് കുട്ടികളെ അടക്കിയിരുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പൊ ഞാനൊക്കെ പഠിപ്പിച്ചിരുന്ന കാലത്ത് 80കളൊക്കെ ആയിട്ടാണ് TV കാണാൻ തുടങ്ങിയത്.
പക്ഷെ ഇന്ന് എല്ലാ വീട്ടിലും ടി വി ഉണ്ട്, എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ അറിയാം. അതുപോലെ തന്നെ ഫോണിന്റെ കാര്യം, ഈ കോവിഡ് കാലത്ത് എല്ലാ കുട്ടികളും മൊബൈൽ ഉപയോഗിച്ചാണ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ടി വിയും മൊബൈലും ഒക്കെ ഉപയോഗിക്കാനുള്ള നല്ല കഴിവ് ഇന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളെ കഴിയുന്നത്ര പ്രോത്സാഹിപ്പിക്കുവാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്കൂളിൽ 3 TV നിങ്ങൾക്കായി, ഈ സ്കൂളിനായി എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ ഈ നാട്ടുകാരുടെയും അധ്യാപകരുടെയും മറ്റെല്ലാ കുട്ടികളുടെയും അനുഗ്രഹത്തോടുകൂടി ഞാൻ ഈ സ്കൂളിനായി സമർപ്പിക്കുന്നു. നന്ദി. നമ്മുടെ സ്കൂളിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെത്തിയ മുഖ്യാതിഥി നമ്മുടെ സിദ്ദിഖ് മാസ്റ്ററാണ്. സിദ്ദിഖ് മാസ്റ്റർ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്ത മോഷണങ്ങൾ സംസാരിക്കുന്നത് അധ്യക്ഷൻ വിജയകൃഷ്ണന്റെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ തോമസ്, സ്കൂൾ മാനേജർ, മറ്റ് സ്വാഗതം നൽകുക എച്ച്.എം. സ്വാഗതിച്ചത്, മറ്റ് ഈ വിദ്യാലയത്തിലുണ്ടാകുന്ന പൂർവ്വ അധ്യാപകരെ, വേദിയിലും സദസ്സുകളുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 2 കൊല്ലങ്ങൾക്ക് ശേഷം വിദ്യാഭ്യാസ രീതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിരുന്ന ഒരു സന്ദർഭം നേരിട്ട് അനുഭവിക്കാൻ ഇടവന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടും കേട്ടും പഠിക്കുന്ന ഒരു രീതിയാണ് ഇന്നുള്ളത്. നേരത്തെ നമ്മൾ കേട്ട് പഠിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കണ്ടും കേട്ടും കളിക്കലും എല്ലാം കൂടി ഒരുമിച്ച് നടത്തുന്ന സന്ദർഭമാണ്. അതിന് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകി കൊടുത്ത ഈ സ്കൂളിലെ മാനേജർ അവരെ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ എല്ലാ മാനേജർമാരും പൊതുവെ ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾക്ക് തിരിച്ചു നോക്കാറില്ല. അങ്ങനത്തെ ഒരു അവസരങ്ങളിൽ എന്താകുന്നത് ഈ സ്കൂളിലെ കുട്ടികളുടെ അല്ലെങ്കിൽ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഏറ്റവും നല്ല മനസ്സോടുകൂടി മുന്നിട്ട് വന്ന അവരെ നമ്മളെന്ത് വേണം, എല്ലാവരും ഈ സ്കൂളിലെ PTA-യും എല്ലാവരും കൂടി അവരെ ശരിക്കും നന്നായിട്ട് അഭിനന്ദിച്ച് ഇനിയും തുടർന്നും ഇത്തരം സഹായങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചോദനവും പ്രോത്സാഹനവും അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. അടുത്ത ആശംസകൾ അറിയുന്നത് വാർഡ് മെമ്പർ KP മുഹമ്മദ് ഷൈനി.
ചടങ്ങിൻ്റെ അധ്യക്ഷൻ പുതിയ പ്രസിഡന്റ് ബാബു, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പാലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ മുഹമ്മദ്, അതുപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുൻ അധ്യാപക സുഹൃത്തുക്കളെ, അധ്യാപകരെ, അതിന് ഏറെ ബഹുമാനിയായ നമ്മുടെ സ്കൂൾ മാനേജർമാരുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായ മുഴുവൻ പേർക്കും നമസ്കാരം. വളരെ വിശേഷപ്പെട്ട സന്തോഷകരമായ ഒരവസരത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എനിക്ക് മുന്നേ സംസാരിച്ചവർ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കേണ്ട അനിവാര്യ സാഹചര്യങ്ങളെ സജ്ജമാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു സഹോദ്യമത്തിന് തയ്യാറായ നമ്മുടെ നേതാക്കളെ മുക്തബന്ധം പ്രശംസിക്കുകയാണ്. ഈ അധ്യയന വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമാണ്. കാരണം നമ്മുടെ വിദ്യാലയത്തിന്റെ ആകെയുള്ള എല്ലാ കെട്ടുകെട്ടുകളും അത് മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച, അതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു നൽകിയ മാനേജറും അതിനോടൊപ്പം തന്നെ ഹരിഗോവിന്ദ് മാസ്റ്ററും HM ഉൾപ്പെടെയുള്ള അധ്യാപകരും PTA അംഗങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ആ ഒരു ദൗത്യം നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ നമ്മളിങ്ങനെ ഓർത്തു പോവുകയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ അനുഭൂതി അത് വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഉണ്ടായിട്ടുള്ള സ്മാർട്ട് ക്ലാസ്സിലൂടെ തുടക്കം എന്ന നിലയ്ക്ക് 3 ടീമുകൾ ഇവിടെ നൽകി. അതിനോടൊപ്പം തന്നെ ഒരു യൂട്യൂബ് ചാനൽ കൂടെ നമ്മളെ സ്കൂളിൽ തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ സന്തോഷകരമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വെക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ SSB ചെയർമാനെ KP അന്നേരം ക്ഷണിക്കുന്നു. അടുത്ത ഹരിഗോവിന്ദ് മാസ്റ്റർ നമ്മളോട് രണ്ടാമത്തെ സംസാരിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിപരീതമായിട്ടുള്ള പ്രാർത്ഥന. ഒരു ആശംസ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുട്ടികളെ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളെ തീർച്ചയായും ഇന്ന് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ദിവസം. സ്വാഗതസഭത്തില് നിങ്ങളുടെ പ്രധാന അധികാരിക അത് സൂചിപ്പിച്ചു. 91 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഈ വിദ്യാലയത്തില് നമുക്ക് ആ പ്രധാന സമാനമായിട്ട് സ്കൂളിന് 3 സ്മാർട്ട് ടീം നമ്മുടെ സ്കൂൾ പ്രിയപ്പെട്ട മാനേജർ സമർപ്പിച്ച ഒരു സൂചനയാണ്.
പിന്നെ വെറുതെ ബ്ലാക്ക് ബോർഡും ചോക്കും മാത്രം ഉപയോഗിച്ച് നമുക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കില്ല. കാലം വളർന്നുവരികയാണ്. പുതിയ യുഗത്തിലേക്ക്, സാങ്കേതിക യുഗത്തില് അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സ്കൂളിന്റെ 75ാം വാർഷികത്തില്, അതായത് ഗാന്ധി ജയന്തി ആഘോഷ സമയത്ത് സ്കൂളിന് ഒരു മൾട്ടിമീഡിയ പ്രൊജക്ടർ ആദ്യമായിട്ട് മാനേജറും അംഗങ്ങളും കൂട്ടായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വിദ്യാലയത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഈ സ്കൂളിൽ തന്നെ സാങ്കേതിക വൈദ്യുതി വേണ്ടിയിട്ടുള്ള അധ്യാപകര് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി പഠനം ഫലപ്രദമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ക്രമേണ എല്ലാ ക്ലാസുകളിലും ആ സൗകര്യം ഇല്ലാണ്ട് ആ ലക്ഷ്യം നിറവേറ്റാൻ സാധിക്കില്ല എന്നുള്ള അത് കണ്ടെത്തിയിട്ട് നമ്മുടെ സ്കൂൾ മാനേജർ എല്ലാ ക്ലാസ്സും സ്മാർട്ട് ക്ലാസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗുണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്മാർട്ട് എല്ലാ ക്ലാസ്സും 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ പുതിയ രീതിയില് പഠനം നമുക്ക് നടത്താൻ പറ്റും. ഇതിന് സഹായിച്ചു നമ്മുടെ രാജ്യം, നാടും മുഴുവൻ തന്നെ 2 കൊല്ലക്കാലം 2020-ഉം 2021 2 കൊല്ലക്കാലം നമുക്ക് സ്കൂളിൽ തന്നെ ശരിക്കും വരാൻ പറ്റിയില്ല. എല്ലാം വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ പഠിച്ചത്. എങ്ങനെ പഠിച്ചു? ആ പഠനം എങ്ങനെയാണോ പഠിച്ചത് അത് നമുക്ക് ഒരു അനുഭവം ഉണ്ടാക്കി തന്നു. അത് 2 വർഷക്കാലം നിങ്ങൾ പഠിച്ച ആ രീതിയിൽ നമുക്ക് ക്ലാസ് മുറി ഉണ്ടെങ്കിലും പഠനം പ്രാപ്തിയാക്കാമെന്ന് കണ്ടു. പക്ഷെ എന്നിരുന്നാലും സ്കൂളില്ലാണ്ട്, ക്ലാസ് മുറി ഇല്ലാണ്ട് പഠനം പൂർത്തിയായില്ല. അത് 2ഉം കൂടി ആയാല് ക്ലാസ് റൂമിലെ പഠനം അതുമായിട്ട് തന്നെ മൾട്ടിമീഡിയയിൽ കൂടെയുള്ള പഠനം കൂടിയായി കഴിഞ്ഞാല് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പൂർണ്ണമായിട്ടും സാധിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്, നമ്മുടെ അനുഭവമാണ്. അത് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ കാലത്തെ അനുസരിച്ച് നീങ്ങാൻ, സാമൂഹ്യ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ വിദ്യാലയം സുശക്തമായി എന്നുള്ള കാര്യം തീർച്ചയാണ്. ഭൗതിക സൗകര്യത്തിന്റെ കാര്യത്തില് നമ്മുടെ സ്കൂളിന്റെ ഒരു അത് തീരുമാനമാക്കി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എത്ര തന്നെ ചെലവാക്കിയാലും അക്കാഡമിക് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മുടെ മാനേജർ എപ്പോഴും ഒന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാനേജർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അധ്യാപകൻ പ്രധാനമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന് സ്കൂളിലെ പ്രവർത്തനങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു കടമ എന്നുള്ളതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു സൗഹൃദം. അതുപോലെ ഹെഡ് മാസ്റ്റർ വീടിന്റെ അടുത്താണ് എന്നും വിദ്യാർത്ഥിക്കും. അപ്പൊ ഏത് സമയത്തും ഞാൻ ഇവിടെ ഉണ്ടാവും. എനിക്ക് സൗകര്യമായ രീതിയിൽ, സൗകര്യപ്രദമായ രീതിയിൽ ഞാൻ ഏത് സമയത്തും വിദ്യാലയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കും. മാനേജർ അതൊരു കടമാണെന്ന് മാത്രം എടുത്താൽ മതി. പ്രധാനാധ്യാപകൻ നിലയ്ക്കും മാനേജറുടെ എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ഈ സൗകര്യങ്ങള്, നമ്മളുടെ ഇപ്പോഴുള്ള സൗകര്യങ്ങള്, ഞാൻ പറയുന്നു കുട്ടാല സബ് ജില്ലയിലെ നമ്പർ 1 സ്കൂളാണ് നമ്മുടെ പ്രൈമറി, നമ്പർ 1 പ്രൈമറി സ്കൂളാണ്. അത് നമ്മളെ തുറന്നുകൊണ്ടേ പോകുന്നു. അത് ഇപ്പോഴും തുറന്നു പോവുകയാണ്. ആ സൗകര്യം മുഴുവൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഈ സൗകര്യം നമ്മുടെ സ്കൂളിലേക്ക് ഒരു ഫാൻ നൽകുന്നതിന് വേണ്ടി രണ്ടു മണിക്കാം ഷൈൻബോർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രധാനാധ്യാപകരെ ക്ഷണിക്കുന്നു. നമുക്ക് ആശംസകളാക്കുന്നതിന് വേണ്ടി ഇവിടെ ഭാഷ ക്ഷണിക്കുന്നു.
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, വിദ്യാർത്ഥിനികൾ, ഈ സ്കൂളിലെ അധ്യാപക സുഹൃത്തുക്കൾ, സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മാനേജർ സമർപ്പിച്ച എൻ്റെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത്. ഞാനൊരു സ്കൂളിൻ്റെ 50ാം വാർഷിക സമയത്ത് ചേർന്നു. ഇന്നിപ്പോൾ 40 വർഷങ്ങൾക്ക് ശേഷം ഉള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ 40 വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന് എന്താണോ ആവശ്യമെങ്കിൽ അത് ബെഞ്ചും ഡെസ്കും മറ്റു കാര്യങ്ങളായിരുന്നു. അന്ന് മുതൽ ഈ ഒരു നിമിഷം വരെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് അനുയോജ്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സ്കൂൾ മാനേജർ അന്നും ഇന്നും ഒരേപോലെ പ്രവർത്തിക്കുന്നത് ശ്ലാഘനീയമാണ്. അതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടുക എന്നത് തന്നെ ഒരു വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഇവിടെ സർവീസിലിരുന്ന് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി പിരിഞ്ഞു വരാം ആ നാളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിലവിലെ 1-2 കാര്യങ്ങൾ പറയാതിരിക്കാൻ സാധ്യമല്ല. ഇന്ന് കുട്ടികൾ ചെയ്തിരിക്കുമ്പോൾ 1950ാം വാർഷികത്തിൽ 1982 ജൂലൈ മാസം 30 ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാവും. കാരണം അപ്പോഴും കിട്ടില്ല. ആ സമയത്ത് ഞാൻ മാനേജറെ സമീപിച്ചപ്പോൾ അന്ന് 1000 രൂപ മാനേജർ എനിക്ക് അഡ്വാൻസായി തന്ന് സഹായിച്ച ആ മാനേജറുടെ ആ വിശാല മനസ്സിൽ ഇന്നും തുറന്നു പറയുന്നതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം അത് എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയതുകൊണ്ട് ആവശ്യം പറഞ്ഞെന്ന് പറഞ്ഞത്. പല കാലങ്ങളിൽ ഞാൻ പഠിക്കുന്ന കാലങ്ങളിൽ ഒരു ചോക്കും ഒരു ബ്ലാക്ക് ബോർഡും ഒരു ഡസ്റ്ററും അതായിരുന്നു സ്കൂളിലെ ആ പഠനകേന്ദ്രങ്ങൾ. പിന്നെ അധ്യാപകർ വായ കൊണ്ട് പാടും പറഞ്ഞും പഠിപ്പിച്ച് അക്ഷരങ്ങൾ എഴുതിയും ഇംഗ്ലീഷിൽ എഴുതിയും മറ്റും പഠിച്ചു വന്ന എനിക്ക് ഇതൊക്കെ ആദ്യം കൂടുതലാണ്. കാരണം ഉത്തരം കിട്ടി. കാരണം ഈ അവസരത്തിൽ സ്കൂളിൽ ഒരു 2 വർഷമെങ്കിലും ജോലി ചെയ്യാൻ അവസരം കിട്ടുകയും സന്തോഷവാനായിരുന്നു. കാരണം ഇന്ന് ആ കാലഘട്ടത്തെ അന്നത്തെ കാലഘട്ടം മാറി. ഇന്ന് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാധ്യമങ്ങളിൽ യൂട്യൂബിൽ വരുമാനം കിട്ടുമല്ലോ. യൂട്യൂബിന് വരുമാനം കിട്ടുമോ? ആ യൂട്യൂബ് കാലഘട്ടത്തിനനുസരിച്ച് GTJP സ്കൂൾ കുട്ടികളെ സജ്ജീകരിക്കുന്ന ഏറ്റവും നല്ല സ്കൂളായി മാറുന്നത് കാണുമ്പോൾ അഭിമാനത്തോടുകൂടി ഇരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട അയൽവാസി സുഹൃത്ത് സിദ്ദിഖ് വളരെ ഇതെന്തായാലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടും. നമ്മുടെ മുമ്പ് GTJP സ്കൂൾ അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ മറ്റ് സ്കൂളുകളിലും അദ്ദേഹം ഈ സ്കൂളിനെ മാതൃകയിലാക്കി പറഞ്ഞ് നമ്മുടെ സബ് ജില്ലയിൽ തന്നെ നല്ല ഒരു സ്കൂൾ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തിച്ച ഈ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ, അതുപോലെ മറ്റ് ടീച്ചേഴ്സ്, പിന്നെ അനുമതി ഭാഷ അതുപോലെ ഈ മാനേജ്മെൻറ്റ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ബിൽഡിങ് ഇങ്ങനെ ആക്കുന്നതിന് രാവും പകലും ഓടി നടന്ന് ഞാൻ ആക്കി തീർത്തു. എന്നോട് പറഞ്ഞു അദ്ദേഹം അന്ന് മുതൽ ഞാൻ ചേരുന്ന സമയത്ത് അത് ചേരാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് ഒന്നും കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഞാൻ PhD കഴിച്ചിരിക്കുന്ന അവസരത്തിൽ രാമേന്ദ്രൻ മാഷ്, ആനക്കലുള്ള രാമേന്ദ്രൻ മാഷാണ് അരിയൂർ മാഷോട് എൻ്റെ പോസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അപ്പം അരിയൂർ മാഷോട് രാമേന്ദ്രൻ മാഷ് പറഞ്ഞത് അത് എൻ്റെ ഒരു അനിയനെ പോലെ കയറ്റിയിട്ട് കിട്ടണം എന്നാണ്. അത് അദ്ദേഹം അതേപോലെ എടുക്കുകയും ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് ടീച്ചർ ലീവിൽ പോയ വേക്കൻസിയിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരുവിധ മാനസിക സമ്മർദ്ദങ്ങളും കൂടാതെ സർവീസിൽ നിന്ന് തിരിയുകയില്ല. അതുപോലെ തന്നെ ആയതുകൊണ്ട് ടീച്ചറുടെ അന്തരങ്ങൾ അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം അവരെ ഞാൻ ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ആ ഉപകാര സ്മരണ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നല്ല സൽപ്രവർത്തിക്ക് എല്ലാവിധ ആശംസകളും
ഈ സ്കൂളിന് എപ്പോഴും അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിക്കുന്നതിന് ഹൈദരാബാദ് വ്യക്തികളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കണമെന്നില്ല. ഈ ചടങ്ങിലേക്ക് ആശംസിക്കുക മാത്രമാണ് ചോദ്യം. ഇതിനകത്ത് ഈ വിശിഷ്ടമായ ചടങ്ങിൽ വെച്ച് കുട്ടികളുടെ പഠനം സുഗമമാക്കുവാൻ വേണ്ടി സ്മാർട്ട് ടീമുകൾ സമർപ്പിച്ച നമ്മുടെ മാനേജർക്കും മറ്റ് ബന്ധപ്പെട്ട വ്യക്തികൾക്ക് എല്ലാവർക്കും ഞാൻ ആദ്യമായി ഈ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. സർക്കാർ MPK തമ്മിലെ ആശംസകൾ അറിയിക്കുന്നു. ജീവിച്ചിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സ്മാർട്ട് ടിവികളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന് എൻ്റെയും MPKയുടെയും എല്ലാവിധ ആശംസകളും ചേരും. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെ, മകളെ, ഇന്ന് നമ്മൾ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് അല്ലേ? എന്താ കാരണം? എന്താ? നമ്മുടെ സ്കൂള് സ്മാർട്ടായി അല്ലേ? നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഇനി മുതൽ സ്മാർട്ടായി. ഇനി നമുക്ക് പുതിയ നൂതന സംവിധാനത്തിലൂടെ ക്ലാസ്സുകൾ കേൾക്കാം, പാട്ടുകൾ കേൾക്കാം, കഥകൾ കേൾക്കാം, എല്ലാം നമുക്ക് ഇനി മുതൽ വഴിവെച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ സ്കൂൾ മാനേജറായ സുമിത്ര ടീച്ചർക്കാണ്. ടീച്ചർ നമ്മൾ ഈ ആവശ്യം പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ നമ്മൾക്ക് 3 സ്മാർട്ട് ടിവികളാണ് നൽകിയിരിക്കുന്നത്. ടീച്ചർക്ക് ഈ അവസരത്തിൽ നമ്മുടെ സ്റ്റാഫിന്റെയും കുട്ടികളുടെയും കുട്ടിയുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K. മുഹമ്മദ് അവർക്കും, അധ്യക്ഷസ്ഥാനം വഹിച്ച നമ്മുടെ PTA പ്രസിഡന്റ് രാജേഷ് ബാബു, അതുപോലെ തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച AO സിദ്ദിഖ് സാർക്കും, നമ്മുടെ വാർഡ് മെമ്പർ KP മുഹമ്മദ്, അതുപോലെ SSG ചെയർമാൻ AP ചന്ദ്രേട്ടൻ, നമ്മുടെ മുൻ ഹെഡ്മാസ്റ്റർമാരായ KV നരേന്ദ്ര മാസ്റ്റർ, സുരേന്ദ്രൻ മാഷ്, നമ്മുടെ മുൻ അധ്യാപകൻ ഹരിദാസൻ മാഷ്, ഇബ്രാഹിം മാഷ്, നമ്മുടെ MPTA കൺവീനർ സുധ, ഇവർക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ടായി അല്ലേ? നിങ്ങൾ കേൾക്കണ്ടോ പറയണത്? നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് GTJB സ്കൂൾ കുമ്പിടി എന്നാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാര്യം ചെയ്യണം. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളോട്, രക്ഷിതാക്കൾക്കല്ല, നിങ്ങൾക്ക് തന്നെ ഇപ്പോ നമ്മളെ യൂട്യൂബ് ചാനലൊക്കെ എടുക്കാൻ അറിയും അല്ലെ? യൂട്യൂബ് എടുത്ത് നോക്കി അതില് സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ GTJB സ്കൂൾ കുമ്പിടി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ ചാനൽ കാണാം, സ്കൂളിന്റെ ചിത്രം കാണാം. നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളും ഇന്നു മുതൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വരും. അപ്പൊ അതെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ വേണ്ട ഫാനുകൾ
നമ്മുടെ ആനക്കര കോഓപ്പറേറ്റീവ് ബാങ്ക് 2 ഫാനുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഷൈൻ ഗോൾഡ് 2 ഫാന് തന്നിട്ടുണ്ട്. അവർക്കും ഈ അവസരത്തിൽ സ്കൂളിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. മക്കളെ 2 വാക്ക് സംസാരിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഏതാ 2 വാക്കെന്ന് അറിയില്ലയോ? നമുക്കിന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് അല്ലേ? എന്തുണ്ടായേ? നമ്മൾ പണ്ട് 5ാം ക്ലാസ്സുകാര് സയൻസോ കണക്കൊക്കെ എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ റൂമിലേക്ക് പോകണമായിരുന്നു അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ കാണാം അല്ലേ? നമുക്ക് 5ാം ക്ലാസ്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് നമ്മുടെ എല്ലാ പഠന പ്രവർത്തനങ്ങളും ചെയ്യാം അല്ലേ? അതേപോലെ തന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചാനലിൽ വരും. അപ്പൊ ആ ചാനലിൽ ഇരുന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ സ്കൂളിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? അപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മുടെ എല്ലാ ക്ലാസ്സിൽ നിന്നും ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. LKG ക്ലാസ്സിൽ നിന്ന് അവിടെ ഇപ്പൊ കാർട്ടൂൺ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമുക്കിനി കണ്ടിട്ട് ഇതേവരെ കേട്ടിട്ട് പഠിച്ചിരുന്നത് ഇനി കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ രസകരമായ രീതിയിൽ പഠന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കില്ലേ? ഇതേവരെയുള്ള പോലെയല്ല, നമ്മള് പല സൗകര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ അരിഗോവിന്ദ മാഷ് സൂചിപ്പിച്ചൂലേ? എന്താ സൂചിപ്പിക്കുക? നിങ്ങള് അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കണം. അത് വിനിയോഗിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ പഠനം പുരോഗതി ഉള്ളൂ. അല്ലാണ്ട് വെറുതെ അതിൽ കുറെ കാണിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ഈ സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മള് മാക്സിമം വിനിയോഗിക്കണം. നല്ല കുട്ടികളായിട്ട് മാറണം. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മാനേജ്മെന്റ് ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ അത് നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടിയിൽ ഇവിടെ വേദിയിൽ നിങ്ങൾക്ക് കുറെ ആൾക്കാർ പുതുമയുള്ളവരായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് റിട്ടയർ ആയിട്ട് പോയ കുറെ ആൾക്കാരുണ്ട്. സുരേന്ദ്രൻ മാഷുണ്ട്, പിന്നെ ഹരിദാസൻ മാഷുണ്ട്, അതുപോലെ പിന്നെ അരിഗോവിന്ദ മാഷ നിങ്ങൾ എപ്പോഴും കാണലുണ്ട് അല്ലേ? നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അരിഗോവിന്ദ മാഷ നിങ്ങൾ കൊണ്ടുകൊണ്ടായിരിക്കില്ല. അപ്പൊ ഇബ്രാഹിം കുട്ടി മാഷ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ സ്കൂളിലെ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ആനക്കര സർവീസ് സഹകരണ ബാങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകൾക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കൊരു ചെറിയ ഒരു ഫണ്ട്, പൊതുനന്മ ഫണ്ട് എന്ന രൂപത്തിൽ എല്ലാ ബാങ്കുകൾക്കും ഉള്ളതുപോലെ തന്നെ ആനക്കര സർവീസ് സഹകരണ ബാങ്കിന് ഒരു ചെറിയ ഫണ്ടുണ്ട്. നാമമാത്രമായ ഫണ്ടാവും ഉണ്ടാവുക, എന്നാലും അത് എല്ലാ സ്കൂളുകൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആനക്കര ഡയറ്റ് സ്കൂളിൽ ഒരു ഓപ്പൺ ക്ലാസ് റൂമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മനമക്കാവ് സ്കൂളിൽ, അതുപോലെ തന്നെ നമ്മുടെ പട്ടിപ്പാറ JLG സ്കൂളിൽ, അതുപോലെ മലയം സ്കൂളിൽ ഇപ്രാവശ്യം തന്നെ 2 സ്കൂളുകൾക്കാണ് നമ്മൾ ഫാന് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പരമാദേശരി സ്കൂളിൽ, ഒന്ന് കുമ്പടി സ്കൂളിലാണ്. ഇത്തരത്തിലുള്ള
ചെറിയ രൂപത്തിലുള്ള ഒരു ഫണ്ട് വകയിരുത്തി ആ വകയിരുത്തുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ഈ ബാങ്കുകൾക്ക് സാധിക്കാറുണ്ട്. ഇത് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് കൊടുക്കുന്നത്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പരിപാടിക്ക് നൽകുകയാണ്.